നമസ്കാരം. അമേരിക്കയുടെ വാക്ക് വിശ്വസിച്ചാൽ അതിന്റെ വില എന്താണ്? ഒരു കരാറിൽ ഒപ്പുവെച്ച ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ ആത്മാവ് ലംഘിക്കപ്പെടുകയാണെങ്കിൽ ലോകം ഇനി ആരെയാണ് വിശ്വസിക്കേണ്ടത്? മധ്യപൂർവേഷ്യ വീണ്ടും യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന ഈ ചോദ്യങ്ങളാണ് ലോകത്തിന് മുന്നിൽ ഉയർത്തുന്നത്. അമേരിക്ക സമാധാന ധാരണ ലംഘിച്ചുവെന്നും ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പിന് ഇനി വിശ്വാസ്യതയില്ല എന്നും മുജ്തബ ഖമേനി ആരോപിച്ചതോടെ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം വീണ്ടും അതീവ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്തിടെ ഉണ്ടായ ധാരണ പരസ്പര ആക്രമണങ്ങൾ അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ആ ധാരണയ്ക്ക് പിന്നാലെ വീണ്ടും സൈനിക നടപടികളും ആക്രമണങ്ങളും നടന്നതായാണ് ഇറാന്റെ ആരോപണം. ഇതോടെയാണ് അമേരിക്ക കരാർ പാലിച്ചില്ല എന്നും ട്രംപിന്റെ ഒപ്പിന് യാതൊരു വിശ്വാസ്യതയുമില്ല എന്ന കടുത്ത വിമർശനവുമായി മുജ്തബ ഖമേനി തന്നെ രംഗത്തെത്തിയത്. അമേരിക്കയുടെ വിദേശ നയം സമ്മർദ്ദവും ഭീഷണിയും കരാർ ലംഘനവുമാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. ഇറാനുമായുള്ള കരാർ അമേരിക്ക നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ട്രംപിന്റെ ഒപ്പ് വിലയില്ലാത്തതും വിശ്വസിക്കാൻ പറ്റാത്തതുമായിരിക്കുന്നുവെന്ന് മുജ്തബ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ തകർന്നതോടെ ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ സംഘർഷം കടുത്തിരിക്കുകയാണ്. സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ അമേരിക്കയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുജ്തബ മുന്നറിയിപ്പ് നൽകി. വാഷിംഗ്ടൺ തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനാൽ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നതായി ഇറാൻ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. ഏകദേശം ഒരു മാസം മുൻപാണ് വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ പ്രസ്താവന സ്റ്റേറ്റ് ടെലിവിഷനിലൂടെയാണ് പുറത്തുവിട്ടത്. മുജ്തബ ഖമേനി നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പ്രസ്താവന സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. യുദ്ധം ആരംഭിച്ചത് മുതൽ അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. നിലവിലെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് അദ്ദേഹം ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. കൊല്ലപ്പെട്ട മുൻ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് ജനങ്ങൾ വൻതോതിൽ പങ്കെടുത്തതിനെയും അദ്ദേഹം പ്രശംസിച്ചു. ഇത് ഇറാന്റെ ഇസ്ലാമിക് സ്വത്വത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും അടയാളമാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത്. ഈ പ്രസ്താവന ഒരു രാഷ്ട്രീയ വിമർശനം മാത്രമല്ല, ഭാവിയിലെ എല്ലാ നയതന്ത്ര ചർച്ചകളെയും ബാധിക്കാൻ സാധ്യതയുള്ള മുന്നറിയിപ്പാണ്. വിശ്വാസമാണ് ഏതൊരു അന്താരാഷ്ട്ര കരാറിന്റെയും അടിത്തറ. ആ വിശ്വാസം തകർന്നാൽ പിന്നീട് നടക്കുന്ന ചർച്ചകൾ കൂടുതൽ ദുഷ്കരമാകും. ഇറാൻ ഇനി അമേരിക്കയുമായി നടത്തുന്ന ഏത് ചർച്ചയിലും കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന വിലയിരുത്തലാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ നടത്തുന്നത്. ഇതിനൊപ്പം മധ്യപൂർവേഷ്യയിൽ സൈനിക സംഘർഷം വീണ്ടും ശക്തമാകുന്ന സാഹചര്യവും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയുടെ തുടർച്ചയായ സൈനിക നടപടികളും ഇറാന്റെ തിരിച്ചടികളും ആഗോള എണ്ണ വിപണിയെയും സമുദ്ര വ്യാപാരത്തെയും ബാധിക്കുമെന്ന ആശങ്ക ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നയതന്ത്രത്തിനു പകരം ഏറ്റുമുട്ടലാണ് മുൻതൂക്കം നേടുന്നതെങ്കിൽ അതിന്റെ പ്രത്യാഘാതം മധ്യപൂർവേഷ്യയിൽ മാത്രം ഒതുങ്ങില്ല, ലോക സമ്പദ് വ്യവസ്ഥയെയും അത് ബാധിച്ചേക്കും. മുജ്തബ ഖമേനിയുടെ പ്രസ്താവന ഒരാളുടെ വികാര പ്രകടനമായി മാത്രം കാണാനാകില്ല. അത് അമേരിക്ക ഇറാൻ ബന്ധത്തിൽ വിശ്വാസത്തിന്റെ പ്രതിസന്ധി എത്ര ആഴത്തിലാണ് എന്നതിന്റെ സൂചന കൂടിയാണ്. കരാറുകൾ കടലാസിൽ ഒപ്പിട്ടതുകൊണ്ട് മാത്രം സമാധാനം ഉറപ്പാകില്ല, അവ ആത്മാർത്ഥമായി പാലിക്കപ്പെടുകയും വേണം. അല്ലാത്ത പക്ഷം ഓരോ കരാർ ലംഘനവും അടുത്ത യുദ്ധത്തിനുള്ള വിത്തായി മാറും. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: മധ്യപൂർവേഷ്യ വീണ്ടും സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങുമോ, അതോ വിശ്വാസം നഷ്ടപ്പെട്ട നയതന്ത്രം മറ്റൊരു വലിയ സംഘർഷത്തിന് വഴിയൊരുക്കുമോ എന്നത്.